യൂറോപ്യൻ കൺട്രിയായ മാൾട്ടയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ, പല രാജ്യത്തു നിന്നും എത്തുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അവരെന്തൊക്കെ ആക്ടിവിറ്റീസിലേക്കാണ് ഇവിടെ വന്നിട്ട് പോകുന്നത്? നമുക്കതെല്ലാം ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വല്ലേറ്റയിലാണ്. വല്ലേറ്റ എന്ന് പറയുന്നത് മാൾട്ടയുടെ സെൻറ്ററാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ആദ്യമെങ്കിലും അല്ലെങ്കിൽ രണ്ടാമത്തെ അവരുടെ ലിസ്റ്റിലെങ്കിലും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ വല്ലേറ്റ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്സ്, ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരുപാട് പള്ളികൾ ഇവിടെയുണ്ട്, ഒരുപാട് മോണുമെന്റ്സ് ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ ഉള്ളിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഈ ഒരു വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ. യൂറോപ്യൻസിൽ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവരെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാവരും റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കുകയും ചെറിയ ഡ്രിങ്ക്സ്, ബിയർ ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും കാണുന്നത്. ഇതുകൊണ്ടോ, ഇതിവിടുത്തെ ഒരു വലിയൊരു സ്ട്രക്ചറാണ് കേട്ടോ. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതിട്ടുള്ള ബിൽഡിങ്സ് ആണ്. ആ ബിൽഡിങ്സിൻ്റെ ആ ഒരു പില്ലറിൻ്റെയും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നോക്കൂ. ഇവിടെ എല്ലാം മാൾട്ടി സ്റ്റോൺസ് ഒറിജിനലിന് ഈ ഒരു കളറാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ ബിൽഡിങ്ങിനും നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ഒരു കളർ കാണുന്നത്. ഈ ചില്ലുകൂട്ടിനകത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറേണ്ടതാണ് കേട്ടോ. പക്ഷേ അതിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം അതിനകത്ത് കാണില്ല. ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. ഈ കാണുന്നത് ഇപ്പം നമ്മൾ ആ ഒരു വന്ന റൈറ്റ് സൈഡ് നമ്മൾ കണ്ട റെസ്റ്റോറൻറ്റിലെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. എന്നെ ഏറ്റവും അധികം വണ്ടറടിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു ഭംഗിയാണ്. അതായത് ഈ ഒരു ബിൽഡിങ്ങും അതിൻ്റെ സൈഡ് വാളും അതിൻ്റെ ഏറ്റവും മുകളിലൊക്കെ ആണെങ്കിലും ഓരോ പൂവിൻ്റെയൊക്കെ ആകൃതി ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുക എന്ത് ഭംഗിയാണെന്നറിയോ. ഇതുണ്ടോ, ഈ കുറേ കുട്ടികളൊക്കെ ഇവിടെ ഒരു സ്ട്രീറ്റ് പെർഫോമർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും ഇങ്ങനെ സൈഡ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് ടിപ്പ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ അത് കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന കുട്ടികളെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിനുള്ളിലേക്ക് നമുക്കിങ്ങനെ കയറി പോകാൻ വേണ്ടി പറ്റും. ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റും ബാക്കി കാര്യങ്ങളുമാണ് കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം. ഇതുണ്ടോ, മൊത്തം റെസ്റ്റോറൻറ്റിൻ്റെ ഇതെല്ലാം ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഉള്ളിലായിരിക്കും. ഈ കാണുന്നൊക്കെ റെസ്റ്റോറൻ്റ് ആണ് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ. പക്ഷേ അതിൻ്റെ ചെയറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാം ഈ പുറത്തോട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിച്ചിട്ട് ആ പുറത്ത് നിന്നിരുന്നിട്ട് വളരെ മനസമാധാനത്തോടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിരുന്ന് കുടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതാണ് ഇവിടെ ഒരു പ്രത്യേകത. ഇവിടെ മാത്രമല്ല, അത്യാവശ്യം എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഈ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിൽ ഈ ഒരു കൾച്ചർ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഈ ഒരു പില്ലറിൻ്റെ വലിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാവേ. എൻ്റെ ഈ കൈ ഞാനിവിടെ വെക്കാം, എൻ്റെ വലത്തെ കൈ ഞാനവിടെ വെക്കാം. അപ്പോഴത്തേക്കും അതിൻ്റെ വലിപ്പം കണ്ട, അപ്പം ഞാൻ എത്ര കൈ വെച്ചാലായിരിക്കും ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോഴേ നമുക്കതിൻ്റെ വലിപ്പം മനസ്സിലാവത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ വലിപ്പം പെട്ടെന്ന് പിടികിട്ടില്ല. എൻ്റെ ആ കൈ ഞാൻ അവിടെ വെച്ചപ്പോൾ കണ്ടോ, അത്രയും വലിപ്പമുണ്ട് ഓരോ സ്ട്രക്ചറിനും ഇവിടെ. വർഷങ്ങൾക്ക് മുമ്പേ പണിതായതുകൊണ്ടായിരിക്കാം അവരുടെ ഒരു കഴിവൊക്കെ നമ്മൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ ക്രെയിനൊന്നും കണ്ടുപിടിക്കാത്ത കാലത്തെ ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ പണിതൊപ്പിച്ച് വെച്ചു എന്ന് പറയുന്നത് ഞാനെപ്പോഴും വണ്ടറടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ വലിയ ബ്രിക്കൊക്കെ ഇവരെങ്ങനെ മുകളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു കറക്റ്റായിട്ട്. ഇതെങ്ങനെ ചുമന്ന് കയറ്റി, അത് ക്രെയിനൊന്നും ഇല്ലാത്തപ്പോൾ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഈ പറഞ്ഞു വന്നതിലേക്ക് വരാം. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് ചെറിയ ഷോപ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ല, മറ്റ് ആവശ്യങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് ഇറങ്ങിയാൽ നമുക്ക് എന്തൊക്കെ ആവശ്യം നമ്മൾക്ക് വാങ്ങിക്കാൻ എന്തൊക്കെയോ എന്തൊക്കെ സാധനങ്ങൾ കാണും അല്ലേ, അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഷോപ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതുകൊണ്ടോ, ഒരു എയർ ഹോൾ പോലെ, വലിയൊരു എയർ ഹോൾ പോലെ, ഒരു ബാൽക്കണി പോലെ, എന്തൊക്കെയോ ഒരു പണ്ടത്തെ ഈ തറവാട് വീടുകളുടെയൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും മുകളിൽ കണ്ടോ പൂ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊന്നും കണ്ടുപിടിക്കാത്ത കാലത്തെ ഇതൊക്കെ എങ്ങനെ ഇവർ ഈ മുകളിൽ ഈ പൂവൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു എന്നുള്ളത് അയ്യോ സമ്മതിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു ചതുരത്തിലൂടെ നടക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നമ്മൾ വല്ലേറ്റയുടെ ഉള്ളിലേക്ക് വന്നു, റൈറ്റ് സൈഡ് കയറി നമ്മൾ നേരെ നടന്ന് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് കയറിയാൽ നമ്മൾ എവിടെയാണോ വന്നത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തും കേട്ടോ. ഏറ്റവും കൂടുതൽ യൂറോപ്യൻസ് ഇവിടെ എത്തുന്ന ആളുകൾ, ഫോറിനേഴ്സ് എല്ലാം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. എല്ലാവരും ഒരു ബിയറോ എന്തെങ്കിലുമൊക്കെ കുടിക്കാനോ കഴിക്കാനോ ഒക്കെ പറഞ്ഞിട്ട് അവിടെ പുറത്തിങ്ങനെ വന്നിരുന്നിട്ട് ചെയറിലൊക്കെ നമ്മുടെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുകയാണ്. എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് വരുന്നവരായിരിക്കും കേട്ടോ. വെക്കേഷൻ്റെ ഒക്കെ ലീവിനൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാ ബിൽഡിങ്സിനും അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈ മാൾട്ടി സ്റ്റോൺസിൻ്റെ ഒരു ഒറിജിനൽ കളറാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ. ഇത് പെയിൻ്റ് അല്ല,
ഒറിജിനൽ കളറാണ് ഈ കാണുന്നത് മൊത്തം. ഇവിടെ ഇങ്ങനെ ഒരുപാട് നെയിം ബോർഡുകൾ നമുക്ക് കാണാൻ വേണ്ടി, സൈൻ ബോർഡുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് വരണം എന്നൊക്കെ. ഈ ഗൂഗിൾ മാപ്പൊക്കെ വന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ്, ഒരു മൾട്ടി സ്റ്റൈൽ ഇതാണ്. ഈ താഴെ നിൽക്കുന്ന വാഴയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരുപാട് സുവനീർ ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇത് ക്യാപ്സ് ആണ്, നമ്മൾ സാധാരണ റൗണ്ട് ക്യാപ്സ് ഒക്കെ ഇല്ല തലയിലേക്ക് വെക്കണേ. ഇതിനൊക്കെ ഒരു 700, നമ്മുടെ നാട്ടിലെ ഒരു കണക്കാട്ടോ പറയുന്നത്, 700 രൂപ 600 രൂപ റേറ്റ് ഒക്കെ വരും കേട്ടോ ഒരു ക്യാപ്പിന്. അപ്പം ഗേൾസിൻ്റെ ഉണ്ട്, മെൻ വുമൺ 2 സെക്ഷൻ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് കുട്ടികൾക്ക് ഓരോരോ കൊച്ചു ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതൊക്കെ മാൾട്ടീസ് ബാഗ് ആണ് കേട്ടോ, ഒറിജിനൽ മാൾട്ടീസ് ബാഗ്സ് ആണ്. ഈ കാണുന്നത് ഓരോരോ മാൾട്ടയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓരോരോ സ്ഥലങ്ങളുടെ പിക്സ് ആണ്. ഹൈലി ക്വാളിറ്റിയുള്ള ഫോട്ടോകളാണ്. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാം. ഇതിന് വലിയ വിലയില്ല, 2 യൂറോയാണ് ഒരെണ്ണത്തിന്. അത് 200 രൂപ നമ്മുടെ നാട്ടിലെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഫോട്ടോ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഏറ്റവും അധികം വണ്ടറടിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് അറിയോ, ഈ പുറത്തേക്ക് വെറുതെ ഇങ്ങനെ ചെയറും അതിൻ്റെ ഡെസ്കും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയല്ല, എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട്. ആ കൊടുത്തിരിക്കുന്ന കുടയും ആ ഒരു ചെയറിൻ്റെ ആ ഒരു കളറും എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇതുണ്ടോ, ഒരുപാട് ക്ലോത്ത് ഷോപ്സ് കണ്ടോ, ഇവിടെയൊക്കെ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേനും ഇതിനകത്ത് ആരും ഇല്ലെന്ന് വിചാരിക്കും. നമ്മളൊന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ വലതും ഇടതും നേരെയും കിഴക്കും എല്ലാ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതും ടൂറിസ്റ്റുകളാണ് ഈ വാങ്ങിക്കുന്നത് മൊത്തം. ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഷോപ്സിൽ വരുന്നത് വളരെ കുറവാണ്. ഇതൊരു ടൂറിസ്റ്റ് ഏരിയ എന്നും അങ്ങനെ ഒരു ടൂറിസ്റ്റിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഏരിയയാണ് കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെ എല്ലാവരും 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്തൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് അടിച്ച ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഡെവലപ്പാക്കിയിട്ട് ആളുകളെ സന്തോഷിക്കാനായിട്ട് എത്തുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് പീപ്പിളാണ്, എല്ലാ ഭാഗങ്ങളിലും മനുഷ്യരാണ്. നമ്മൾ മുമ്പേ ആ കടയിൽ നിന്ന് കണ്ട ക്യാപ്പൊക്കെ വെച്ച് ഒരുപാട് ആളുകൾ പാസ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ഞാൻ ഒരു സംഭവം കണ്ടു കേട്ടോ. എല്ലാ റെസ്റ്റോറൻറ്റും ഞാൻ പറഞ്ഞില്ലേ ഡെസ്ക് ചുമ്മാ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലെന്ന്, അതിനകത്ത് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗിയും ആ ഒരു മെനു കാർഡ് വെച്ചിരിക്കുന്ന രീതിയും ആ ഒരു ടേബിൾ അറേഞ്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ നടുക്കൂടെയൊക്കെ നമുക്ക് നടന്ന് താഴേക്ക് പോകാനും പറ്റും. ആളുകളെ തടസ്സപ്പെടുത്തുന്നില്ല, വരുന്ന ആളുകളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ. എന്നാൽ അവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുന്ന ആളുകൾ വളരെ എൻജോയ് ചെയ്ത് കഴിക്കാനും പറ്റുന്ന രീതിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുന്ന് ഈ വഴി നമുക്ക് നേരെ മുന്നിലേക്ക് പോവാം. ഇത് കണ്ടോ, ഈ ഒരു റെസ്റ്റോറൻറ്റ് ഭംഗിയുണ്ട്. മുമ്പ് നമ്മൾ കണ്ട റെഡ് തീമിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഇത് യെല്ലോ തീമിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് ബിൽഡിങ്സിനൊക്കെ ആ ഒരു ഭംഗിയാണ്. അതുകൊണ്ട് ഈ നമ്മുടെ റെസ്റ്റോറൻറ്റിന് ആ ഒരു തീം, യെല്ലോ തീം കൊടുക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കും. ഇതുണ്ടോ, ഈ റൈറ്റ് സൈഡ് കാണുന്നതല്ലേ യെല്ലോ തീമിലുള്ള ആ ഒരു റെസ്റ്റോറൻറ്റ് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡെസ്കിൻ്റെ ആ ഒരു വിരിയും എല്ലാം ആ ഒരു യെല്ലോ ഷെയ്ഡിലൊക്കെ കൊടുത്ത് ഭയങ്കര മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതൊരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അതെല്ലാം ഒറിജിനലാണ് കേട്ടോ, ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ചൂടുകാലം തുടങ്ങിയത് കൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഫാനൊക്കെ ഇവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിനകത്തിരുന്ന് ഭയങ്കര പാടല്ലേ. ചെറിയൊരു ഫാനൊക്കെ എൻ്റെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഫാനുകളും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതുണ്ടോ ക്ലോത്ത് ഷോപ്സ്, മോഡേൺ ക്ലോത്ത് വിയറൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് സ്ത്രീകളൊക്കെ അതിനകത്ത് കയറിയിട്ട് അവരുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ബ്രൗൺ തീമിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഈ റൈറ്റ് സൈഡ് കാണുന്നത് ആളുകളിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതിനൊന്നും ഒരു പഞ്ഞവുമില്ല. ഇത് കണ്ടോ, ഒരുപാട് പാവക്കുഞ്ഞുങ്ങൾ, കൊച്ചു പിള്ളേരെ ആകർഷിക്കാനായിട്ടുള്ള, വലിയ പിള്ളേർക്കും വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഒരുപാട് പാവക്കുഞ്ഞുങ്ങൾ ഒക്കെ ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ ഈ മെസ്സി, റൊണാൾഡോ എന്നൊക്കെ പറയുന്ന വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ചെറിയ മോൾഡായിട്ടുള്ള ചെറിയ ചെറിയ രൂപങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഈ കാണുന്നതെല്ലാം അങ്ങനത്തെ ആ ഒരു കടകളുടെ ഭാഗങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്നിടത്തെല്ലാം ഓരോ തീമിലുള്ള റെസ്റ്റോറൻറ്റ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് തീംസിലുള്ള റെസ്റ്റോറൻറ്റ്സ് നമ്മളിങ്ങനെ വണ്ടറടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതിനനുസരിച്ചുള്ള ആളുകളും എല്ലാവരും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണിയൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു നോക്കുക, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഭാഗങ്ങളാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഫൺ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ട്രെയിന്, റോട്ടിൽ കൂടെ ഓടുന്ന ഒരു ട്രെയിന്, നമുക്കതിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ ട്രെയിൻ നമ്മളിവിടെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു ട്രെയിനെല്ലാം നിന്ന നമ്മൾ പോയ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തുപോലെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫൺ ട്രെയിൻ കയറി ഈ വലറ്റിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ ഏരിയകളിലും, പ്രധാനപ്പെട്ട എല്ലാ ഏരിയയിൽ കൂടെയും നമ്മൾ പോയി. ഭയങ്കര രസമുള്ള യാത്രയായിരുന്നു. നമ്മളവിടുന്ന് കുറച്ച് ഡെൻമാർക്കിൽ നിന്നുള്ള ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുപോലും കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഇപ്പം നമ്മൾ ആ വഴി തന്നെയാണ് ഇപ്പം പോകുന്നത്. നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകാം. കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് നമ്മൾ കയറി റൈറ്റ് സൈഡ് എടുത്തിട്ട് വീണ്ടും റൈറ്റ് സൈഡ് എടുക്കുമ്പോഴത്തേനും നമ്മൾ ആ വന്ന ഭാഗത്ത് തന്നെ, നമ്മൾ ആ കയറി ഉള്ളിലേക്ക് വന്ന ഭാഗത്ത് തന്നെ വരുന്നു എന്ന് പറഞ്ഞില്ലേ,
ആ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഫൺ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അരമണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ഫൺ ട്രെയിൻ ഇവിടെ വരും. ഒരു ട്രെയിൻ പോലെ തന്നെയാണ് കേട്ടോ. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോഴത്തേക്ക് കറക്റ്റ് എടുത്ത് മനസ്സിലാവും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ എന്തുപോലും കണ്ടു നോക്കുക. ഈ കാണുന്ന ഇവിടുത്തെ ഒരു വലിയ കത്തീഡ്രലാണ്. ഇതിനുള്ളിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ എല്ലാ പള്ളികളുടെയും പുറത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കാണാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് ഈ കാണുന്നത് ഞാൻ വാങ്ങിച്ചാണ്. ഇവിടെ ഞാൻ ഒരുപാട് കറങ്ങി നടന്നിട്ട് ഈ കാണുന്നിട്ട് ഈ ഒരു ഫോട്ടോ കണ്ടോ, ഇത് ഞാൻ വാങ്ങിച്ചു. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഇത് കാറ്റ്സ് ഓഫ് മൾട്ട എന്ന് പറഞ്ഞിട്ട് ഒരു HD ഇമേജാണ്. ഭയങ്കര രസമാണ് കേട്ടോ. അത് ഒറിജിനൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേനും ഭംഗിയെന്നുള്ളത് ഇതിന്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് ബാഗിലിട്ടിട്ടുണ്ട് കേട്ടോ. €2 200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും കേട്ടോ. വിജനമായ ഒരു വഴി ഞാൻ കണ്ടു കേട്ടോ. ഇത്രയും നടന്നിട്ടേ ആളുകൾ കുറവുള്ളൊരു വഴി കണ്ടു. ഈ താഴെ കണ്ടോ, അത് കടൽ തീരമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്നൊരു വഴി നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതുവഴി പയ്യെ നടന്നു വരുന്ന ആളുകൾ, അതുവഴി പോകുന്ന ഞാനും. അപ്പോൾ ഞാൻ വല്ലറ്റയുടെ വാട്ടർ ഫ്രണ്ടിലേക്ക് വീണ്ടും നീങ്ങുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ നടന്നിട്ട് നമുക്ക് വാട്ടർ ഫ്രണ്ടിലേക്ക് പോകാം. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പള്ളിയിലേക്ക് കയറാം. ഇതിവിടുത്തെ ഒരു കത്തീഡ്രലാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുകൊണ്ടോ, വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കത്തീഡ്രൽ കേട്ടോ. അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മുകളിലും എല്ലാം ഈ ചുവർ ചിത്രങ്ങൾ വെച്ചിട്ട് ഭയങ്കരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വൈദികൻ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ചെല്ലുന്ന ആ ഒരു ഭാഗം ആണ് കേട്ടോ. ആ ഒരു ഏറ്റവും തുടക്കത്തിൽ ആ ഒരു അറ്റത്തായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ എഡ്ജിലും വെറുതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ, ഒരു ഭിത്തിയല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഉന്തും തള്ളും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നോക്കും ഇത് സ്വർണ്ണമാണെന്ന് നോക്കും, ഓർക്കും അല്ലേ. നമ്മൾ കാണുമ്പോൾ ഓർക്കും ഇതന്നെ ഒറിജിനൽ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഓർക്കും. ആ ഒരു സ്വർണ്ണത്തിൻ്റെ ഷെയ്ഡൊക്കെ കാണും. ഇത് ഇലക്ട്രോണിക് ക്യാൻഡിൽസ് ആണ് കേട്ടോ. നമ്മൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ക്യാൻഡിൽ തെളിയും. ഇതുണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ അവർക്ക് സ്വർണ്ണമായിരിക്കും അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സ്വർണ്ണമല്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞത് കേട്ടോ. സ്വർണം വെച്ചിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒന്നുമല്ല. പക്ഷേ നമ്മൾ കാണുമ്പോഴത്തേനും കറക്റ്റായിട്ട്. പക്ഷേ പണിത സമയത്തൊക്കെ സ്വർണം വെച്ചിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഇവർ മാറ്റിയെടുത്ത് ഇപ്പം ഒരുപാട് സ്വർണ്ണത്തിൻ്റെ യൂസേജ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതുകൊണ്ട് ഇത് പ്രാർത്ഥനാ ബുക്കുകളൊക്കെയാണ്. നമുക്ക് ഇവിടുന്ന് ഓരോ ബുക്കുകളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അകത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ച് നമുക്കവിടെ ഇരിക്കാം. ടൂറിസ്റ്റുകൾ വരെ എത്രയോ നമ്മൾ പറയില്ലേ, ഇവിടുത്തെ പബ്ബിലും പാർട്ടികളിലും കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നതെന്ന് പറയില്ലേ. ഇപ്പോൾ ആ പള്ളിക്കകത്ത് കയറിയപ്പോൾ കേട്ടോ, അതിനകത്തും ആളാണ്. അതിനകത്തും ടൂറിസ്റ്റുകൾ നിന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്നവരുണ്ട്. ഏത് ഏരിയ പോയാലും അവിടെ എല്ലാം അത് ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ആ ഒരു വിഷയം. മാൾട്ട എന്ന് പറയുന്ന ഒരുപാട് പേരൊക്കെ എഴുതിയ, നെയിം ബോർഡ്സ് ഒക്കെ എഴുതിയ ഒരു കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കീ ചെയിൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന സെക്ഷൻ മുഴുവൻ കീ ചെയിൻസ് ആണ്. എല്ലാം ഈ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു പാവക്കുഞ്ഞുണ്ട്, ലബുബു എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ലബുബുവിനെ വേണ്ടവർ ഈ കടയിൽ വരികയാണെങ്കിൽ, ഇത് ഈ കട എന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് ലൊക്കേഷൻ പറയാം കേട്ടോ. അപ്പോൾ ലബുബുവിനെ വേണ്ടവർ ലബുബു വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനി പോകുന്നത് മാൾട്ടയിലെ ഒരു പാർക്കിലേക്കാണ്. ഇത് മുകളിലായിട്ടുള്ളതാണ്. നമ്മൾ വാട്ടർ ഫ്രണ്ട് നമ്മൾ താഴെ നിന്നല്ലേ നടന്ന് കയറി, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചേ. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ഒരു ആകാശത്ത് നിന്ന് കാണുന്ന ഒരു വ്യൂ കാണണമെങ്കിൽ നമുക്ക് ഈ പാർക്ക് വന്നാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പാർക്ക് അവിടെ നിന്നും നേരെ ഉയരത്തിലുള്ള ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ആ പാർക്കിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഈ എൻട്രൻസിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഞാൻ കയറിയപ്പോൾ ഒരുപാട് ആളുകളൊന്നും അതിനകത്തില്ല. നമ്മൾ നടന്നു വന്ന വഴികളിലുള്ള ആളുകളുടെ അത്രയും ഒന്നും ആളുകളിലൂടെ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്നാലും ആളുകളുണ്ട് കേട്ടോ. നമ്മൾക്ക് കുറവെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും സംസാരിക്കാനില്ലെങ്കിലും ഒറ്റയ്ക്കൊക്കെ സിംഗിളായിട്ടാണ് വരുന്നതെങ്കിൽ കുറേ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രാവുകളെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഈ കാണുന്നത് കണ്ടോ, ഇതൊരു പീരങ്കിയാണ് കേട്ടോ. എപ്പം വേണമെങ്കിലും ഫയർ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച്, ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. ഇത് ഫയർ ചെയ്തൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പണ്ടത്തെ ആ ഒരു യുദ്ധകാലമൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടാ പിൻ പോയിന്റ് ചെയ്യുന്നതെന്ന് കണ്ടോ. ഇത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യുന്നത് നമ്മളാ കയറി വന്ന ഈ ഒരു ഭാഗത്ത് കണ്ടോ, ആ ഒരു വാട്ടർ ഫ്രണ്ട് കണ്ടോ. ആ ഒരു വാട്ടർ ഫ്രണ്ടിലേക്കാണ് നമ്മളിപ്പോൾ. അതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് കാണുന്ന ഒരു കൂടാരം കണ്ടോ, ആ കൂടാരത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ നോക്കി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് ഉടനെ വരും. അപ്പോൾ നമ്മളിത് ഈ പാർക്കിലെ ഉള്ളിലേക്ക്, നമ്മൾ ഈ പാർക്കിനകത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കി നമ്മൾ പോവുകയാണ്. കൃത്യമായിട്ട് വെട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന മരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ചില്ലകളൊക്കെ ഒരുപാട് വളരുമ്പോൾ അവർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും. ഇതിന് മുകളിലൊക്കെ കയറി ഇരുന്ന് എൻജോയ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഇരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചായ കുടിച്ചും ഡ്രിങ്ക്സ് കുടിച്ചും ഒക്കെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഈ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ഇങ്ങനെ കണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു രസമാണ് അത്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക്
ഈ വലതുവശത്ത് കണ്ടോ, ഇവിടെ ഇങ്ങനൊരു അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഓരോ മോണിമെന്റ്സ് ആണ് മാൾട്ടയിൽ പണ്ടുണ്ടായിരുന്ന മഹാന്മാരുടെയൊക്കെ, യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഓരോരോ പ്രതിമകളും ഒക്കെ ഇവിടുത്തെ ചില പാർക്കുകളിലും ചില കത്തീഡ്രലുകളിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ നമുക്ക് ഈ അകലെ കാണുന്നത് കണ്ടോ, ഒരു ബോട്ട് കുറെ ആളുകളെയൊക്കെ കയറ്റി ഇങ്ങനെ പോവുകയാണ്. അത് ഇങ്ങനെ ഷട്ടിൽ ബോട്ട്സ് ആണ്. നമുക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഫണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാടൊന്നുമില്ല കേട്ടോ. അത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവരിങ്ങനെ ഈ ഒരു വലറ്റിൻ്റെ ഭാഗങ്ങളിലൂടെ എല്ലാം ഈ കടലിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി, കയറി കിടക്കുന്ന കടലിലൂടെ കൊണ്ടുപോയി മൊത്തം ഇങ്ങനെ കാണിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും കാണുന്ന കാഴ്ച. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പാർക്കിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് ഉയരത്തിൽ ഒരു ടവറിൽ നമ്മൾ നിൽക്കുന്ന പോലെയാണ്. നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്നത് കണ്ടോ, ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ പാർക്കിനകത്തുള്ള റെസ്റ്റോറൻ്റ് ആണ്. അതായത് ഈ പാർക്കിനകത്ത് വരുന്ന ആളുകൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അത്രയും റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ടെന്ന് ഓർക്കണം. എന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിലും വന്ന് ചായ കുടിക്കാൻ ആളുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എത്രത്തോളം ആളുകൾ വരുന്നുണ്ടെന്നുള്ള ഒരു കൗണ്ട് നമുക്ക് മനസ്സിലാകും കേട്ടോ. അത്രയും ആളുകളാണ് ഓരോ വർഷവും മാൾട്ട വന്ന് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പാർക്കിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പാർക്കിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ വിഷൻ 2026 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ട് മാൾട്ടയിൽ. അതായത് ആ ഒരു കൂടാരത്തിനുള്ളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 360 ആംഗിൾ നമ്മുടെ വിഷ്വൽസ് ഇങ്ങനെ പാസ് ചെയ്യും. നമ്മളിങ്ങനെ നമ്മുടെ റോളർ കോസ്റ്ററിൽ, നമ്മുടെ ഒരു പാർക്കിലൊക്കെ റോളർ കോസ്റ്ററിൽ ചെന്നിരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. ഇത് ഈ കാണുന്നതാണ് കേട്ടോ. അത് ഈ കൂടാരത്തിലേക്ക് നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ടിക്കറ്റ് നമ്മളിപ്പം പോയി എടുക്കണം. അതിൻ്റെ ഷോ എപ്പോഴാണെന്ന് നമ്മൾ ചോദിക്കണം. അത് അരമണിക്കൂർ വെച്ചിട്ടോ 1 മണിക്കൂർ വെച്ചിട്ടോ കണ്ടാണ് അതിൻ്റെ ഷോ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഷോ എപ്പോഴാണ്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. നമ്മളങ്ങോട്ട് നടന്നു പോകുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. വാട്ടർ ഫ്രണ്ടിൽ മുഴുവൻ ഇങ്ങനെ ജലം, ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നു. പിന്നെ ഇതുണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ഒരു കൂടാരത്തിൻ്റെയൊക്കെ ആ ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കണ്ണാടി നോക്കുന്ന ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നമുക്കൊരു ടിക്കറ്റ് എടുക്കാം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റിൽ 6 മണിക്കാണ് ഷോ. ഇപ്പോൾ 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് അരമണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് കയറിയിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിനകത്ത് നമ്മൾ എന്താണ് കണ്ടത് എന്നൊക്കെ, ഇത് ഈ കാണുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മളവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. എല്ലാവരും വണ്ടർ അടിച്ചാണ് അതിനകത്ത് ഇറങ്ങിയത്. അതായത് ഒരു 360 എടുത്തുണ്ട്. 360 ആംഗിളിൽ നമ്മളിങ്ങനെ ഒരു റോളർ കോസ്റ്ററിൽ നിൽക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്ന പോലെ ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിനകത്തെ വീഡിയോസ് എന്തൊക്കെ കണ്ടു എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.